കാർസേവകരുടെ ആ ഒരു ത്യാഗം വളരെ വലുതാണ്. കാരണം 92-ൽ കാർസേവകരുടെ ആ ഒരു കരുത്തിലാണ് ശരിക്കും അപമാനത്തിന്റെ അടയാളമായി നിന്നിരുന്ന ആ ഒരു മിനാരങ്ങൾ എടുത്തു നീക്കിയത്. മാത്രമല്ല ഇപ്പോൾ സംസാരിക്കുമ്പോൾ ആ റിപ്പോർട്ടിനകത്ത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. അതായത് ഈ വിഷയം ഏറ്റവും കൂടുതൽ ആ, ആളുകൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്നതിൽ ബ്രിട്ടീഷുകാർ വഹിച്ചിട്ടുള്ള ഒരു പങ്ക്. ഒന്ന് നമുക്കറിയാം, ഒരു 80-കൾക്ക് ശേഷം ഇടതുപക്ഷ ചരിത്രകാരന്മാർ അല്ലെങ്കിൽ ഇടതുപക്ഷ ബുദ്ധിജീവികളാണ് അയോധ്യ രാമജന്മഭൂമി പ്രശ്നത്തെ ഏറ്റവും സങ്കീർണമാക്കിയതെങ്കിൽ ഏതാണ്ടൊരു ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ ഭാഗത്ത് വിഷയം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവിടെ രണ്ട് തൂക്കിലേറ്റിയ സംഭവം നമുക്കറിയാവുന്നതാണ്. അതായത് ഈ വിഷയം ഒരിക്കലും പരിഹരിക്കപ്പെടരുത് എന്നൊരു വ്യക്തമായ ഗൂഢാലോചന ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നായാലും അല്ലെങ്കിൽ മുൻപോട്ട് രാഷ്ട്രീയ ലക്ഷ്യം മുന്നോക്കുമ്പോൾ ഇടതുപക്ഷം ഉൾപ്പെടെ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. ബാബ രാംചരൺ ദാസ് നമ്മുടെ ഹനുമാൻഗഡി ക്ഷേത്രത്തിലെ പൂജാരിയും അമീർ അലി എന്ന ഇവിടുത്തെ ഒരു പ്രാദേശിക മുസ്ലിം നേതാവിന്റെ നേതൃത്വത്തിൽ അയോധ്യ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ഈ ഭൂമി രാമജന്മഭൂമി ഹിന്ദുക്കൾക്ക് വിട്ടു നൽകുവാൻ വേണ്ട തീരുമാനങ്ങൾ ഉണ്ടായതാണ്. പക്ഷെ ആ സമയത്താണ് 1858-ൽ ബ്രിട്ടീഷുകാര് അയോധ്യ നഗരത്തിൽ തന്നെ ഒരു പുളിമരത്തിൽ ബാബ രാംചരൺ ദാസിനെയും അമീർ അലിയെയും തൂക്കിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കൃത്യമാണ്, ഈ വിഷയം വഷളാക്കിയത് അത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം. ഇന്നലെയും നമ്മൾ അയോധ്യയിലെ മുസ്ലിങ്ങളുമായി സംസാരിക്കുമ്പോൾ അവർക്ക് ഇവിടെ രാമക്ഷേത്രം ഉയരണമെന്നത് തന്നെയാണ് മുസ്ലിം സമൂഹത്തിന്റെ വികാരം. പക്ഷേ ബ്രിട്ടീഷ് വിഭജനവാദികൾ, അതോടൊപ്പം തന്നെ ചില ജിഹാദി ഗ്രൂപ്പുകൾ, ഒപ്പം ഇടതുപക്ഷ ബുദ്ധിജീവികൾ ഈ പ്രശ്നത്തെ വഷളാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്നത് വസ്തുതയാണ്. അത്തരത്തിലുള്ള വെല്ലുവിളികളെ എല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ടാണ് കാർസേവകർ അന്ന് അത്തരത്തിൽ ഈ രാമജന്മഭൂമിയിൽ നിലനിന്നിരുന്ന ഒരു അപമാനത്തിന്റെ ഗോപുരങ്ങൾ തച്ചു തകർക്കുന്ന ഒരു സമീപനം കൂടി ഉണ്ടായിട്ടുള്ളത്. അതിന് കാർസേവകർ എടുത്തൊരു ത്യാഗമുണ്ട്. ഭാരതത്തിന്റെ വിവിധ കോണുകളിലുള്ള 10,000-കണക്കിന് കാർസേവകർ നേരിട്ട് അയോധ്യയിലേക്ക് എത്തിയിട്ടും അതിൽ ഉപരി ആളുകൾ അയോധ്യയിലേക്ക് എത്താൻ സാധിക്കാതെ വിവിധ ങ്ങളിൽ അന്ന് സർക്കാരിന്റെ പോലീസ് തടഞ്ഞു വെച്ചുകൊണ്ട് അവിടെ യാതന അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഇപ്പോഴും ആ കർസേവകർ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാവും. അവർക്ക് ജനന്റിയുടെ വക ഒരു ബിഗ് സല്യൂട്ട് നമുക്ക് ഈ വേളയിൽ കൊടുക്കാം. അത്തരത്തിലൊരു വലിയ ത്യാഗം 1990-കളുടെ തുടക്കം മുതൽ കാർസേവകർ നടത്തിയതിന്റെ ഫലം കൂടിയാണ് ഇന്ന് ഈ 2023-ൽ നമുക്ക് പിറകിൽ ഈ രാമജന്മഭൂമിയിൽ ഈ രാമക്ഷേത്രം ഉയരുന്നതിന് കാരണമായിട്ടുള്ളത്.